അങ്ങനെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യകമറിയത്തിൽ നിന്ന് മനുഷ്യനായി ജനിക്കുവാൻ ദൈവപുത്രൻ തയ്യാറാവുകയാണ്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഏദനിൽ നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ സ്വർഗീയ പിതാവ് തൻ്റെ ദൂതന്മാരുടെ മധ്യേ പ്രധാനിയായ ഗബ്രിയേലിനെ അയക്കുന്നു. നസറേത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്നൊരു കന്യകയുണ്ട്. അവളുടെ അടുക്കൽ ചെന്ന് ദൈവത്തിൻ്റെ മഹാരഹസ്യം അറിയിക്കുവാൻ എന്ന ദൈവകൽപ്പനയുമായി ഗബ്രിയേൽ ഭൂമിയിലേക്ക് വരുന്നു. സെറൂഗിലെ യാക്കോബ് ഈ രംഗത്തെ ധ്യാനിക്കുമ്പോൾ പറയുന്നത് സ്വർഗം ഭൂമിയോട് സംസാരിച്ച നിമിഷമാണ് സുവിശേഷ വാർത്തയുടെ നിമിഷമെന്നാണ്. ഗബ്രിയേൽ നസറേത്തിലെ ആ എളിയ ഭവനത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു സാധാരണ യുവതിയെ മാത്രമല്ല, പ്രാർത്ഥനയാൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവനുള്ള ദേവാലയത്തെയാണ് കാണുന്നത്. ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ധ്യാനത്തിലും വളർന്ന മറിയം ഇപ്പോൾ നസറേത്തിലെ തൻ്റെ ചെറിയ ഭവനത്തിലും അതേ വിശുദ്ധ ജീവിതം തുടരുകയാണ്. ദേവാലയത്തിൽ നിന്ന് നേടിയ ആത്മീക സമ്പത്ത് അവൾ നഷ്ടപ്പെടുത്തിയില്ല. സാഹചര്യങ്ങൾ മാറിയെങ്കിലും പ്രാർത്ഥനയുടെ ജീവിതം മാറിയില്ല. അതുകൊണ്ടാണ് ഗബ്രിയേൽ അവളെ അഭിവാദ്യം ചെയ്യുന്നത്. കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടിയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:28. പരിശുദ്ധ അല്ലെങ്കിൽ ഗ്രിഗോറിയോസ് വ്ലോമോസ് പറയുന്നത് മറിയത്തിൻ്റെ ഹൃദയം ദൈവസന്നിധിയുടെ വാസസ്ഥലമായി മാറിയിരുന്നു. ദൈവസാന്നിധ്യത്തിൽ ജീവിച്ച അവളുടെ ജീവിതത്തിൽ സ്വർഗീയ പ്രകാശം പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് ഗബ്രിയേലിൻ്റെ വന്ദനം ഒരു സാധാരണ ആശംസയല്ല, ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ പാത്രത്തോടുള്ള സ്വർഗത്തിൻ്റെ ആദരവായിരുന്നു അത്. ഇവിടെ മറ്റൊരു ആഴമേറിയ ആത്മീക സത്യം നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ദൈവം ആദാമിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ദൈവസാദൃശ്യത്തിലും ദൈവമഹത്വത്തിലും പങ്കാളിയായിരുന്നുവെന്നാണ്. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ആദിമ മനുഷ്യൻ ദൈവകൃപയുടെ പ്രകാശത്തിൽ പൊതിഞ്ഞവനായിരുന്നു എന്നാണ്. എന്നാൽ പാപത്തിലൂടെ ആ മഹത്വവും പ്രകാശവും മനുഷ്യൻ നഷ്ടപ്പെടുത്തി. അപ്രയം എന്ന സുറിയാനി പിതാവ് മറിയത്തെ പുതിയ സൃഷ്ടിയുടെ ആരംഭമെന്ന് വിളിക്കുന്നു. ആദാമിൽ നഷ്ടപ്പെട്ട ദൈവമഹത്വം മറിയത്തിൽ വീണ്ടും പ്രത്യക്ഷമാകുന്നു. ഏദനിൽ നഷ്ടപ്പെട്ട പ്രകാശം നസറേത്തിലെ കന്യകയുടെ ജീവിതത്തിൽ വീണ്ടും തിളങ്ങുന്നു. പ്രാർത്ഥനയിലൂടെയും വിശുദ്ധിയിലൂടെയും ദൈവഹിതത്തോടുള്ള പൂർണ്ണ അനുസരണത്തിലൂടെയും അവൾ മനുഷ്യരാശിയുടെ നഷ്ടപ്പെട്ട മഹത്വത്തിൻ്റെ പ്രതീകമായി മാറുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ അവളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ തിരിച്ചറിഞ്ഞ ആ ദൈവതേജസ്സിനെ കാണുന്നത്. ദൈവത്തെ വഹിക്കുവാൻ പോകുന്നവളിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശം അവൻ ദർശിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുവാൻ പോകുന്ന ദൈവപുത്രന്റെ തേജസ്സിനെ വഹിക്കുവാൻ ഈ ഭൂമിയിലെ കന്യക സ്വർഗീയ പ്രകാശത്തിൻ്റെ പാത്രമായി ഒരുക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഗബ്രിയേൽ ദൂതൻ നസറേത്തിലെ ആ എളിയ ഭവനത്തിൽ എത്തുമ്പോൾ അവൻ കാണുന്നത് ഒരു സാധാരണ മനുഷ്യജീവിതമല്ല, ഏദനിൽ നഷ്ടപ്പെട്ട മഹത്വം വീണ്ടെടുത്ത ഒരു പുതിയ ഹവ്വായെയും ദൈവം തൻ്റെ പുത്രൻ്റെ അവതാരത്തിനായി തിരഞ്ഞെടുത്ത ജീവനുള്ള ദേവാലയത്തെയും ദൈവ തേജസ് നിറഞ്ഞ പരിശുദ്ധ ദൈവമാതാവിനെയും ആണ്.